ഇതിനു മുമ്പേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ദാറുസലാം കോംപ്ലക്സിൻ്റെ ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ അല്ലേ, ആ ഒരു പരിപാടിയിൽ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓണം കളറല്ലേ, കളറാണ്. ഓക്കെ, അപ്പോൾ ഓണം വീണ്ടും കളറാവട്ടെ. ഞാനിവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റിയുണ്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. ഏതായാലും ഓണസദ്യയും പിന്നെ പൂക്കള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ഞാൻ ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ. എനിക്ക് പരിചയപ്പെടുന്ന എല്ലാവരെയും അതിന് മുമ്പേ ഒന്ന് സെൽഫ് പരിചയപ്പെടുത്താം. 3 ദിവസം ഉണ്ടാവും. അല്ല, പാതാളത്തിലെ സ്ഥിതി ഇതിലും വലിയ കുഴപ്പമാണ്. കാരണം ഇവിടുന്ന് ഒഴുകുന്ന വെള്ളമൊക്കെ മുഴുവൻ താഴേക്കല്ലേ വരുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നതുള്ളൂ. എന്തായാലും ഈ ഒരു വർഷത്തെ ഇങ്ങനത്തെ ഒരു ദിവസം ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പാതാളത്തിൽ നിന്ന് എത്തിയപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ റോഡൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതൊക്കെ റെഡിയായിക്കോളും അല്ലേ. അപ്പോൾ ഓണം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓണം നമുക്ക് തിമിർത്താണ്. അസോസിയേഷൻ ഭാരവാഹികൾക്ക് സന്ദേശം എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ആണ് ഉള്ളത്. അപ്പോൾ എൻ്റെ സന്ദേശങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒരു സന്ദേശം പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ എല്ലാവരും ഒരേപോലെ ഐക്യത്തോടു കൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും സാഹോദര്യത്തോടു കൂടിയിട്ടും ഇനി മുന്നോട്ട് കാലങ്ങളിൽ ജീവിക്കണം. എന്താ പറയുക, ജാതി മത ഭേദമന്യേ തോളോട് കൈ ചേർത്ത് എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യണം മുന്നോട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം ഇതിനേക്കാൾ വലിയ കോഴിക്കോട് ബ്രിഡ്കോയിലേക്ക് സ്വാഗതം. സന്തോഷമുണ്ട്. പിന്നെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിലാണ്. ഇത് ഒരു വലിയൊരു സംഭവമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാം. ആദ്യം നമുക്ക് ഈ പൂക്കള മത്സരവും അവിടുത്തെ ആൾക്കാരെയും കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. അതല്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പഠനത്തിൽ മാത്രമല്ല നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. നല്ല രസമുണ്ട്. ഇത് എത്ര പേര് നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാ? കുറേ നേരമായി തുടങ്ങിയിട്ട് ഈ ഇടൽ. കുറച്ച് നേരമായില്ലേ? കള്ളൻ ഇവനാണ് തുടക്കുന്നത്. ഒന്നും പ്രശ്നക്കാരനല്ലേ. ഇനി നമുക്ക് ഓരോ ക്ലാസ് റൂം മുറികളും നമുക്ക് കണ്ട് അവിടുത്തെ പൂക്കള മത്സരമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഏത് പൂക്കള മത്സരത്തിന് സമ്മാനം കൊടുക്കണം എന്നൊക്കെ നോക്കി അപ്പോൾ അതൊക്കെ കണ്ടുവരാം. ആർപ്പോ നീ നടുക്കും കൂടി ഇടാണ്ടല്ലേ. അടിപൊളി. ഓക്കെ, ഹാപ്പി ആണോ? എല്ലാവർക്കും ഹാപ്പി ആണോ? സെറ്റ്. ആർപ്പോ ഇത് കഴിഞ്ഞോ? അടിപൊളി, നന്നായി. എല്ലാം നല്ല രസമുണ്ട്. ഇതിനിപ്പോൾ മാറിക്കിടുന്നതല്ലേ. എല്ലാം പൂവാണ്, പൊടിയൊന്നുമില്ലല്ലോ. ഷറായിട്ട് ഇവനെ ഞാൻ നോട്ടിട്ടുണ്ട്. ഇവനെ ഞാൻ ശരിയാക്കിയെടുക്കുക. അടിപൊളി. ഇത് കുറച്ചൊരു വെറൈറ്റി ആണല്ലോ. ഇത് ഇച്ചിരി മെനക്കെടുണ്ട് അല്ലേ. സെറ്റാക്കിയിട്ട് അവിടുത്തേനെക്കാട്ടിലും കുറേ ആർട്ട് വർക്കൊക്കെ ഉണ്ടല്ലേ ചെയ്തത്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പൂക്കള മത്സരവും മറ്റുള്ള കാര്യങ്ങളും കുട്ടികളെ എല്ലാവരെയും കണ്ടു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, എന്തായിരിക്കും ഇത്? ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വേറിട്ട ലോകമാണ്. എനിക്ക് തോന്നുന്നു 98 കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എന്ന് പറയുന്ന ഒരു മഹത്തരായ സംഭവം അല്ലേ. സംരംഭം എന്താണ് ഈ ഒരു സംരംഭം എന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കും. ഓക്കെ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1998 മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണ് ആരംഭിക്കുന്നത്. അന്ന് ട്രേഡിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, കുട്ടികളത് പഠിപ്പിക്കുക എന്നുള്ളതിലേക്ക് വന്നത്. ഏകദേശം 15 ഇൻസ്റ്റിറ്റ്യൂട്ടോളം കേരളത്തിനകത്തുണ്ട്. അതിൻ്റെ പുറമെ ഡൽഹിയിലുണ്ട്, ഗുവാഹത്തിയിലുണ്ട്, പിന്നെ ഹൈദരാബാദിലുണ്ട്. ഇനിയും വ്യാപിക്കാൻ പോവുകയാണ്.
അപ്പോൾ നല്ലൊരു തലമുറയെ ഒരു വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പഠിപ്പിക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം ഒരു വ്യക്തിയെ ഒരു സംരംഭകനാക്കുക, ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ബ്രിഡ്കോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇത് ഇന്നത്തെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാൻ വീണ്ടും പറയാം. സാറ് പറയാൻ മറന്നുപോയതായിരിക്കാം. മൊബൈൽ സർവീസിൻ്റെ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു വന്നിരിക്കുന്നത്. കാരണം ഇന്ന് മൊബൈൽ ഒരാൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന, അത് നമ്മളെ അടുത്ത് നിന്ന് മാറിപ്പോയ ഒരു ലോകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവത്തിലേക്ക് വന്നിരിക്കുന്നു. മൊബൈലിൻ്റെ നാഡീ ഞരമ്പുകളൊക്കെ ഇവർ അസുഖം വന്നു കഴിഞ്ഞാൽ പരിപോഷിപ്പിച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളതാണ് സാർ പറയുന്നത്. ബാക്കി പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ 2 രീതിയിലാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്. 4-4.5 മാസമാണ് ഇതിൻ്റെ ദൈർഘ്യം വരുന്നത്, ഈ കോഴ്സിൻ്റെ ദൈർഘ്യം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നാഷണൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി കമ്പനി തന്നെ നേരിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയവർക്ക് നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ദുബായ് ഓഫീസ് മുഖാന്തരം കൊടുക്കുന്നു. അതിലും കഴിഞ്ഞിട്ട് അവരെ എത്രത്തോളം കാലം അവർ ഈ മേഖലയിലുണ്ടോ അത്രയും കാലമുള്ള ലൈഫ് ലോങ് സപ്പോർട്ടും കമ്പനി കൊടുക്കുന്നുണ്ട്. അതെ. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഏത് കമ്പനിയാണ് ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് വരിക? ഒരു വിദ്യാർത്ഥി ഇവിടെ വന്ന് പഠിക്കുന്നു, അവരെ ആജീവനാന്തം അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്നു, അവർക്ക് ജോലി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കൊടുക്കുന്നു. പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല. കാരണം അവരുടെ ഭാവി അവിടെ സുരക്ഷിതവും സെറ്റുമായി, അല്ലേ? അതെ, തീർച്ചയായും. ഇനി പുറമെ, അതായത് നമ്മുടെ കേരളത്തിൽ, അതായത് ഇന്ത്യക്ക് പുറത്തും ഉണ്ട്. കൂടുതൽ കുട്ടികൾ ജോലി ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അത് ഭാഷ പഠിക്കാനും വീട് വിട്ട് മാറി നിൽക്കുമ്പോൾ ഉണ്ടായ പ്രയാസങ്ങൾ ഒന്ന് മാറിക്കിട്ടാനും, അതേപോലെ തന്നെ സ്വന്തമായിട്ട് അവരവരെ കാര്യം ചെയ്യാൻ അവരെ പ്രാപ്തനാക്കാനും, ഇതിനൊക്കെയാണ് നാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് പേരെ, അതും അവർക്ക് ഒരു പൈസ പോലും എംപ്ലോയ്മെൻറ്റ് വിസക്ക് വേണ്ട, അത് നമ്മുടെ സർവീസാണ് അവർക്ക് വിദേശത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ പഠിച്ച എക്സ്പീരിയൻസ് ആയവർക്ക് നമ്മളുടെ ഇതിലൂടെ വിദേശത്തേക്ക് പോകുമ്പോൾ എംപ്ലോയ്മെൻറ്റ് വിസയ്ക്ക് ഒരു പൈസയും അവർ മുടക്കേണ്ടത്. അതായത് പാസ്പോർട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ദുബായിലെത്തി കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു സൗകര്യമുള്ള ഒരു സംരംഭം. ശരിക്കും പറയുകയാണെങ്കിൽ ഇദ്ദേഹം അത്രയും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ചേർത്ത് നടത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ക്ലാസ്സിൽ നമ്മൾ കണ്ടല്ലോ, ഇല്ലാത്ത എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. ആ കുട്ടികൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു അച്ഛനെ പോലെ ഇദ്ദേഹം കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഓണാശംസകൾ? എല്ലാ കോഴിക്കോട് വിഷൻ പ്രേക്ഷകർക്കും ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. അപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.